4 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഭർത്തൃവീട്ടുകാർ വേദനിക്കാനെന്ന് മാതാവ്. കല്യാണിയെ ഭർത്താവിന്റെ വീട്ടുകാർ കൂടുതലായി സ്നേഹിച്ചത് ഇഷ്ടമില്ലായിരുന്നു എന്നാണ് സന്ധ്യയുടെ മൊഴി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കും. 4 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴും പുഴയിലേക്കെടുത്തെറിയുമ്പോഴും കൈയൊന്ന് വിറയ്ക്കുക പോലും ചെയ്തില്ല എന്നാണ് സന്ധ്യ എന്ന ക്രൂരയായ അമ്മ പോലീസിന് മൊഴി നൽകിയത്. സ്വന്തം കുഞ്ഞു മരിച്ചാലും ഭർത്താവിന്റെ വീട്ടുകാർ വിഷമിക്കണമെന്ന് മാത്രമായിരുന്നു തന്റെ ചിന്തയെന്നും പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സന്ധ്യ മൊഴി നൽകി. ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം കുട്ടികൾക്ക് വേണ്ടത്ര സ്നേഹവും പരിചരണവും കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകളുടെ പരാതി. ഇവിടെ കല്യാണിയെ ഭർത്തൃവീട്ടുകാർ കൂടുതൽ സ്നേഹിച്ചതാണ് സ്വന്തം കൈകൊണ്ട് 4 വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമായി അമ്മ സന്ധ്യ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊല്ലപ്പെട്ട 4 വയസ്സുകാരി കല്യാണിയെയും മൂത്ത സഹോദരനെയും സന്ധ്യ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ഐസ്ക്രീമിൽ പോലും വിഷം ചേർത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന മൂത്ത കുട്ടിയുടെ മൊഴി പോലീസ് ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പുതുതായി ഒരു കേസ് കൂടി സന്ധ്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സന്ധ്യയുടെ ചില സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഭർത്താവ് സന്ധ്യയുടെ വീട്ടിൽ അറിയിച്ചതും വൈരാഗ്യം കൂട്ടിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സന്ധ്യയെ കോടതിക്ക് അപേക്ഷ നൽകി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് സന്ധ്യയുടെ തെളിവെടുപ്പും പരമാവധി ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ച് എത്രയും വേഗം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.